രാഷ്ട്രീയ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേഴ്സ്, അതായത് വലിയ ഒരു ഹൈപ്പ് ഇല്ലാതെ തിയേറ്ററിലേക്ക് എത്തി ഇന്നലെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വളരെ വലിയ രീതിയിലുള്ള ഒരു ഡീഗ്രേഡിംഗ് ആയിരുന്നു ആ സിനിമയ്ക്കെതിരെ നടന്നത്. ഒന്നാമത് ആ സിനിമയ്ക്ക് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതായത് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ടുന്ന നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ആ സിനിമയുടെ റിലീസിന് മുമ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് സ്വാഭാവികമായിട്ടും മമ്മൂക്കയ്ക്കും മമ്മൂട്ടി കമ്പനിക്കും അറിയാം. കാര്യം കഴിഞ്ഞ അവരുടെ 5 സിനിമകളും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഏറ്റവും വലിയ വിജയമായി തീർന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റോഷാക്ക് അല്ലെങ്കിൽ കണ്ണൂർ സ്കോഡ് പോലുള്ള സിനിമയുടെ വലിയ രീതിയിലുള്ള വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് മാത്രം എനിക്ക് തോന്നുന്നു വൈശാഖിൻ്റെ സിനിമയായതുകൊണ്ട് ചെറിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ ഒരു മമ്മൂട്ടി കമ്പനിയുടെ ഈ 6ാമത്തെ സിനിമയായിട്ടുള്ള ഈ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാകാതെ നോക്കി എന്നുള്ളതാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഈ പറഞ്ഞ കണക്ക് ഒരു ഫസ്റ്റ് ഷോയ്ക്കോ, അതായത് ആദ്യത്തെ ഷോയ്ക്കോ, അത് മോർണിംഗ് ഷോയ്ക്കോ അല്ലെങ്കിൽ പിന്നീട് വന്ന മാറ്റിനിക്കൊക്കെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞു വരട്ടെ എന്ന് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും കുറച്ച് പ്രേക്ഷകർ ഇന്നലത്തെ ദിവസം ആദ്യത്തെ 2 ഷോയ്ക്ക് കുറവായിരുന്നെങ്കിലും പിന്നീട് മമ്മൂട്ടി കമ്പനി പ്രതീക്ഷിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ മമ്മൂക്ക പ്രതീക്ഷിച്ച പോലെ തന്നെ ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും ഒക്കെ വലിയ രീതിയിലൊരു തിരക്ക് തിയേറ്ററിൽ അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ സ്ഥിതിയും അതുതന്നെയാണ്. അത് ശരിക്കും ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ഈ ഒരു വർക്കിംഗ് ഡേ, ഇനിയിപ്പോൾ നാളെയും ശനിയാഴ്ച ഞായറാഴ്ച ഉള്ള 2 ദിവസം നല്ല രീതിയിലുള്ള തിരക്ക് തിയേറ്ററിൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ സൂചനയാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഈ ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും നിൽക്കുന്ന പ്രേക്ഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം പലരും പറയാറുണ്ട് ബുക്ക് മൈ ഷോ നോക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബുക്ക് മൈ ഷോയിൽ ഓൾമോസ്റ്റ് ഫുൾ അല്ലെങ്കിൽ ഹൗസ്ഫുൾ ആയിട്ടുള്ള ഷോസിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തംബ്നെയിലും അതുപോലെ ഇപ്പോൾ ഈ വീഡിയോയുടെ ബാക്കിലും അത് അങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. കാര്യം വെച്ചാൽ എല്ലാവരും പറഞ്ഞ ബുക്ക് മൈ ഷോ നോക്കാൻ. അപ്പോൾ ബുക്ക് മൈ ഷോയിൽ നിന്ന് തന്നെയാണ് ഞാനും ഇത് എടുത്തിരിക്കുന്നത്. കാര്യം ഞാൻ എടുത്തിരിക്കുന്ന തിയേറ്റർ നിങ്ങൾക്ക് വേണമെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം മമ്മൂക്ക ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേഴ്സ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ പരാജയപ്പെട്ടെന്നോ അല്ലെങ്കിൽ പരാജയപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി അവരോട് പറയുകയാണ്, നിങ്ങൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ തിയേറ്ററൊക്കെ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരുപാട് തിയേറ്ററുകളുണ്ട് ഈ ഫുള്ളായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു റെഡ് കളറിൽ കാണുന്ന ഓൾമോസ്റ്റ് ഫുൾ അല്ലെങ്കിൽ ഒരു ഫുൾ ഹൗസ്ഫുൾ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരുപാട് തിയേറ്ററുകളുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് തിയേറ്ററുകളുടെ മാത്രം സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഏറ്റവും വലിയ കേരളത്തിലെ തിയേറ്ററുകളിൽ ഒന്നായിട്ടുള്ള തൃശ്ശൂർ രാഗമുണ്ട്. അവിടെ ഈ പറഞ്ഞ കണക്ക് ഇനി വളരെ ഏതാനും കുറച്ച് സീറ്റുകൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഷോയ്ക്ക് വിറ്റ് തീരാൻ ബാക്കി ഉണ്ടായിരുന്നത്. ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പം അതും ഫുള്ളായി കാണും. അതുപോലെ പാരിപ്പള്ളി രേവതി എന്ന് പറയുന്ന തിയേറ്റർ തന്നെ ഒരു ഹൈ കപ്പാസിറ്റി തിയേറ്ററുകളിൽ ഒന്നാണ്. തൃശ്ശൂർ രാഗം പോലൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരുപാട് സീറ്റുകളുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ അത്തരത്തിലുള്ള തിയേറ്ററുകളെല്ലാം ഫുള്ളാണ്. അതുപോലെ കോട്ടയം ആനന്ദ് പോലുള്ള തിയേറ്ററുകളെല്ലാം, അപ്പം ഒരു ഒട്ടുമിക്ക തിയേറ്ററുകളും വലിയ രീതിയിലുള്ള ഒരു ഹൗസ്ഫുൾ ആയിട്ടുള്ള രീതിയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെക്കൻഡ് ഷോയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കളക്ഷനെക്കാട്ടിലും വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ആയിരിക്കും 2ാമത്തെ ദിവസം ഇന്ന് ആ സിനിമയ്ക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും 3ാമത്തെ 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ശനിയാഴ്ച എന്ന് പറയുന്ന സ്കൂളുകളും ബാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവധിയായതുകൊണ്ടും പിന്നെ ഞായറാഴ്ച എന്ന് പറയുന്നൊരു ദിവസവും കൂടെ വരുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള കളക്ഷനിലേക്കായിരിക്കും ഡൊമിനിക് എത്തിച്ചേരാൻ സാധ്യത അല്ലെങ്കിൽ എത്തിച്ചേരാൻ പോകുന്നതെന്ന് നമുക്കറിയാം. കാര്യം അതിൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി ലാഭമായിരിക്കും ആ സിനിമ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം. അത്തരത്തിലുള്ള രീതിയിലാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ സപ്പോർട്ട്. കാര്യം അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഇന്ന് 2ാമത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ സിനിമ ഞാനിപ്പോൾ ഇന്ന് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത ഈ പറഞ്ഞ കണക്ക് ഒരു മാറ്റിനിക്കുള്ള നല്ല രീതിയിലുള്ള തിരക്ക് തിയേറ്ററിലുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് തിയേറ്ററിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ തന്നെ ആ സിനിമയുടെ ഏറ്റവും ശുഭമായിട്ടുള്ളൊരു സൂചനയാണ് ഒരു സൂപ്പർ ഹിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്കോ ഒക്കെ നീങ്ങുന്നതിൻ്റെ. അപ്പം ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി തീരട്ടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേഴ്സ് എന്ന് പറയുന്ന സിനിമ. താങ്ക് യു.